بسم الله الرحمن الرحيم الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. السلام عليكم. بسم الله الرحمن الرحيم. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ നടന്ന നമ്മുടെ ഹുസൈൻ സലഫിയുടെ പ്രഭാഷണത്തിന് ശേഷം ആ ഓർമ്മകൾ നമ്മുടെ മനസ്സുകളിൽ നിന്നും ആ ഉത്ബോധനത്തിൻ്റെ, ആ ആദർശത്തിൻ്റെ അതിശക്തമായിട്ടുള്ള തറക്കല്ലുകൾ നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞു കിടക്കെ തന്നെ വീണ്ടും ഒരാദർശ സംഗമത്തിന് ഈ വലമ്പൂർ പൂപ്പലം വേദിയായിരിക്കുകയാണ്. നമ്മുടെ ആദർശ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു ശരിയായ ഫലങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ ഈ സന്ദർഭത്തിൽ നിരീക്ഷിക്കുമ്പോൾ ഇത്തരമൊരു പരിപാടിയുടെ പ്രസക്തി നമുക്ക് മനസ്സിലാവും. ഒരു പക്ഷേ ഈ മഹത്തായ ആദർശ പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം ഇങ്ങനെ ഒരു പ്രഭാഷണവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിന് ഏതാനും വാചകങ്ങളെ കൊണ്ട് ഒരു തുടക്കം കുറിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ എനിക്ക് നിർവഹിക്കുവാനുള്ളത്. ഞാൻ പറയുന്ന വാക്കുകളിലേറെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായ നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരിയുടെ മുഖ്യ പ്രഭാഷണമാണ്. എങ്കിൽ പോലും സഹോദരങ്ങളെ, ആ ആശയസമ്പന്നമായ ആ പ്രസംഗത്തിന് മുന്നോടിയായി ചില വാചകങ്ങൾ പറയാൻ ഈ പ്രത്യേകമായ നമ്മുടെ പ്രബോധന പശ്ചാത്തലങ്ങളിൽ ഞാൻ ഉദ്ദേശിക്കുന്നു. സത്യത്തിൽ മറ്റുള്ളവർ പ്രശംസിക്കണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിപ്പോൾ വ്യക്തികളാണെങ്കിലും സംഘടനകളായിരുന്നാലും ആരായിരുന്നാലും ഞങ്ങളെ പ്രശംസിക്കണമെന്നാണ്. ഒരുപക്ഷെ ആത്മാർത്ഥമായ ഒന്നും സ്വന്തത്തിന് വേണ്ടി പോലും ചെയ്യാത്തവരും ആഗ്രഹിക്കുന്നത് ആ പ്രശംസ തന്നെയാണ്. യുരീദൂന അൻ യുഹ്മദു ബിമാ ലം യഫ്അലു. തങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങളിൽ പോലും പ്രശംസ ആഗ്രഹിക്കുന്നവരാണ് കപടവിശ്വാസികൾ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. യഥാർത്ഥ സഹോദരങ്ങളെ, പ്രശംസ ഒരു തെറ്റായ കാര്യമല്ല. പ്രശംസക്ക് ഇസ്ലാം അതിൻ്റേതായ ചില അംഗീകാരങ്ങൾ നൽകിയിട്ടുണ്ട്. അത് വെറുതെ ആളുകൾക്ക് മുമ്പിൽ താനൊരു വലിയ ആളാകാനോ തൻ്റെ മഹത്വം വർദ്ധിപ്പിക്കാനോ ഉള്ള മനസ്സിൽ തട്ടാത്ത സ്തുതിഗീതങ്ങളോ സ്തുതിവർത്തമാനങ്ങളോ അല്ല യഥാർത്ഥത്തിൽ ആ പ്രശംസ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഒരാൾ ജീവിതത്തിൻ്റെ ധന്യമായ പ്രവർത്തനങ്ങൾക്ക് സമാപനം കുറിച്ച് മരണപ്പെട്ടാൽ മരിച്ചു കിടക്കുന്നവനെ കുറിച്ച് നിങ്ങൾ നല്ലത് പറയുന്നതാണ്. നല്ലത് പറഞ്ഞാൽ ആ നല്ല വാക്കുകൾക്ക് മലക്കുകൾ ആമീൻ പറയും എന്ന് പറയുന്നത് സഹോദരങ്ങളെ, ഒരു ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് കണ്ണ് ചിമ്മിക്കൊടുക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്ന മഹത്തായ അംഗീകാരം. ആ അംഗീകാരത്തെ, ആത്മാർത്ഥമായ ആ വിലയിരുത്തലുകളെ അള്ളാഹുവിൻ്റെ മാലാഖമാർ അംഗീകരിക്കുകയും പ്രാർത്ഥന സ്വീകരിക്കാൻ അള്ളാഹുവോട് ആവശ്യപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അത്തരമൊരു അംഗീകാരത്തിന്, ഒരാശംസക്ക്, ഒരു പ്രശംസയ്ക്ക് യഥാർത്ഥത്തിൽ സമ്പൂർണമായ ഒരു എതിര് നിൽക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പ്രശംസകൾ കരസ്ഥമാക്കുവാൻ ഇന്ന് സമൂഹത്തിൽ വ്യക്തികളും
സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് മറ്റുള്ളവരെ കുറ്റം പറയാം. സഹോദരങ്ങളെ, ഒരു വിശുദ്ധിയും ജീവിതത്തിൽ പാലിക്കാത്ത ഞാൻ മറ്റുള്ളവരുടെ വിശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഞാൻ വിശുദ്ധനാവുക, യഥാർത്ഥത്തിൽ അത് ആർക്കാണ് മനസ്സിലാവാത്തത്? നാം മറ്റുള്ളവരുടെ ചെറുതായ കാര്യങ്ങളെപ്പോലും ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും അവലോകനം ചെയ്യുകയും ചെയ്യുമ്പോൾ, നമ്മുടെ അവലോകനങ്ങളും വാക്കുകളും കേൾക്കുമ്പോൾ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നു ഇയാൾ ഒരുപക്ഷെ വിശുദ്ധനായിരിക്കുമെന്ന്. യഥാർത്ഥത്തിൽ അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് നമുക്കുള്ളത്? അതേപോലെ തന്നെ സഹോദരങ്ങളെ, എന്ത് നാട്ടിൽ നടന്നാലും ആ നാട്ടിൽ നടക്കുന്ന എല്ലാ മഹത്വങ്ങൾക്ക് പിന്നിലും ഞാനാണെന്ന് സ്വയം അവകാശപ്പെടുക, അതാണ് ആളുകളുടെ ഇടയിൽ പ്രശംസ പിടിച്ചു പറ്റാൻ രണ്ടാമതായ ഒരു മാർഗം. നാട്ടിൽ നടക്കുന്ന എന്ത് നന്മകളും, ഒരു പക്ഷേ ഒരു നൂറ്റാണ്ട് കാലത്തെ നവോത്ഥാന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്ന മഹത്തായ സമ്മേളനം വരാനിരിക്കുമ്പോൾ ഈ നാട്ടിലുണ്ടായ മുഴുവൻ മാറ്റങ്ങളുടെയും അവകാശം ഞങ്ങൾക്കാണെന്ന് വാദിക്കുന്ന എത്രയോ സംഘടനകളും പ്രസ്ഥാനങ്ങളും നമുക്ക് മുന്നിലുണ്ട്. ഞാൻ പറയുന്നത്, ഒന്നും പ്രവർത്തിക്കാതെ ഒന്നും ചെയ്യാതെ നാട്ടിൽ ജനങ്ങൾ അംഗീകരിക്കുന്ന ഏതു നന്മകൾക്ക് പിന്നിലും ഞങ്ങളാണെന്ന് പറയുകയോ അല്ലെങ്കിൽ കാണുന്നതിനെയെല്ലാം ഒരു തത്വദീക്ഷയുമില്ലാതെ വിമർശിച്ചുകൊണ്ട് വിശുദ്ധരായി ചമയാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്ന വ്യക്തികളെയും സംഘടനകളെയും പ്രസ്ഥാനങ്ങളെയും സമൂഹത്തിൽ കാണാൻ പറ്റും. ഇത്തരത്തിലുള്ള ഒരു പ്രകടന തൽപരതയുടെ ഒരു കാലഘട്ടങ്ങളിലാണ് സഹോദരങ്ങളെ ഈ ശാന്തമായി ആദർശത്തിലൂന്നി പ്രമാണത്തിലൂന്നി മുന്നോട്ട് പോകുന്ന ഈ മഹത്തായ സലഫി പ്രസ്ഥാനത്തിന്റെ പ്രസക്തി. സഹോദരങ്ങളെ, ഈ പ്രസ്ഥാനത്തെ വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളും പ്രശംസിച്ചു കൊണ്ടിരിക്കുന്നു. വീടുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും എല്ലാം ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ പ്രഭാഷകന്മാരെയും ഇതിന്റെ പ്രബോധന പ്രവർത്തനങ്ങളെയും ഇതിന്റെ പള്ളികളെയും ഇതിന്റെ സീഡികളെയും കാസറ്റുകളെയും എല്ലാം ആളുകൾ അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ അവലോകനങ്ങൾ വെറുതെയല്ല, ഹൃദയാന്തരാളത്തിൽ നിന്നുമുള്ള ആത്മാർത്ഥമായ അവലോകനങ്ങളാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിച്ചും കുറ്റപ്പെടുത്തിയും അതിന്റെ പ്രവർത്തനങ്ങളെ തെറ്റായ രൂപത്തിൽ അവലോകനം ചെയ്തും മഹത്വവും വിശുദ്ധിയും അവകാശപ്പെടാൻ ശ്രമിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് ശാന്തമായ ഒരു പ്രബോധന പ്രവർത്തനമാണ് സഹോദരങ്ങളെ. ഞങ്ങൾ ജനങ്ങളുടെ അംഗീകാരത്തിന് വേണ്ടി പ്രവർത്തിച്ചവരല്ല, ജനങ്ങൾ ആരും ഞങ്ങളെ പ്രശംസിക്കണമെന്ന് ആഗ്രഹിച്ചതല്ല. പക്ഷേ ജനങ്ങൾക്ക് എന്താണോ ആവശ്യം അത് അല്ലാഹു ആകാശലോകത്ത് ഉപരിമണ്ഡലത്തിനും അല്ലാഹു പ്രവാചകനിലൂടെ ഇറക്കി തന്നു. അതിൽ മായം ചേർക്കാതെ വെള്ളം ചേർക്കാതെ ആ സത്യമായ ഖുർആനിന്റെ പച്ചയായ വചനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ല കാലഘട്ടത്തിലെ ജീവിതത്തെ ജനങ്ങൾക്ക് വളച്ചുകെട്ടില്ലാതെ മനസ്സിലാകുന്ന ഭാഷയിൽ നേർക്കുനേരെ പറഞ്ഞു കൊടുത്തു. മിമ്പറിലൂടെ നേർക്കുനേരെ പറഞ്ഞു കൊടുത്തു, നമ്മുടെ വിജ്ഞാന വേദികളിലൂടെ നേർക്കുനേരെ പറഞ്ഞു കൊടുത്തു, നമ്മുടെ മദ്രസകളിലൂടെ നേർക്കുനേരെ പറഞ്ഞു കൊടുത്തു സഹോദരങ്ങളെ, ഇത്തരം മഹത്തായ പ്രബോധന സംരംഭങ്ങളിലൂടെ. അതു കേട്ട് ഹൃദയത്തിന് മാറ്റങ്ങൾ ഉണ്ടായ, ഹൃദയത്തിന് പരിവർത്തനങ്ങൾ സംഭവിച്ച ആളുകൾ സഹോദരങ്ങളെ, അവർ ആത്മാർത്ഥമായിട്ടാണ് ഈ പ്രസ്ഥാനത്തെ പ്രശംസിച്ചത്, ആത്മാർത്ഥമായിട്ടാണ് ഈ പ്രസ്ഥാനത്തെ അവർ അംഗീകരിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയണം. യഥാർത്ഥത്തിൽ ഈ ആത്മാർത്ഥമായ പ്രബോധന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചത് വിമർശകന്മാരുടെ വിമർശനത്തെ ഞങ്ങൾ വിലവെച്ചില്ല. ലൗമത്തല്ലായും ഇവിടുത്തെ പൊതുസമൂഹം എന്ത് പറയുന്നു നമുക്ക് പ്രശ്നമല്ല സഹോദരങ്ങളെ. ഇവിടുത്തെ മഹോന്നതന്മാരായ സാംസ്കാരിക നേതാക്കന്മാരെന്ത് പറഞ്ഞു ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഈ പ്രസംഗങ്ങൾ കേട്ട് സതുദ്ദേശമില്ലാത്ത ആളുകളെ എങ്ങനെ അവലോകനം ചെയ്തു എന്ന് ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഒരു നൂറ്റാണ്ട് കാലം എതിർക്കുന്നവരെയും വിമർശിക്കുന്നവരെയും പ്രശ്നമാക്കാതെയാണ് മുന്നോട്ട് പോയത്. അതെന്തുകൊണ്ടാണ്? പേടില്ല. ഞങ്ങൾ പറയുന്നത് സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ട്, ഞങ്ങൾ പറയുന്നത് അള്ളാഹുവിന്റെ ഖുർആനാണ്, പ്രവാചകന്റെ വചനങ്ങളാണ്. അതുകൊണ്ട് നിർഭയത്വം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ആ പറച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ആക്ഷേപകന്മാരുടെ ആക്ഷേപത്തെ ഭയപ്പെട്ടിരുന്നുവെങ്കിൽ, വിമർശകന്മാരുടെ വിമർശനത്തെ ഭയപ്പെട്ടിരുന്നുവെങ്കിൽ ഈ ആദർശം ഇന്ന് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാകുമായിരുന്നില്ല. ആ വിമർശനങ്ങൾ അതിജീവിച്ചുകൊണ്ട്, ആ വിമർശനങ്ങൾക്ക് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ മറുപടി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് യഥാർത്ഥത്തിൽ ഈ സലഫി പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അള്ളാഹുവിന്റെ റസൂൽ നിർവഹിച്ചത്. സഹോദരങ്ങളെ, ഒരിക്കലും ശത്രുക്കളെ ഭയപ്പെടാതെ, അള്ളാഹു കൊടുത്ത റിസാലത്തിൽ ഒരു വെള്ളവും ചേർക്കാതെ സമൂഹത്തിന്റെ മുഴുവൻ വിമർശനങ്ങളെയും അവഗണിച്ചുകൊണ്ട് പ്രവാചകൻ മുന്നോട്ട് പോയി. അപ്പം എന്തുണ്ടായി? നിനക്ക് നാം പ്രശസ്തി വർദ്ധിപ്പിച്ചു തന്നു. ആ പ്രവാചകന്റെ മാർഗം പിന്തുടർന്ന് പ്രബോധനം ചെയ്യുന്നവർ സഹോദരങ്ങളെ ലോകത്തല്ല എല്ലാ ഭാഗത്തും അംഗീകരിക്കപ്പെടും. അല്പം പ്രയാസം ഉണ്ടാവും സഹോദരങ്ങളെ. എപ്പോഴൊക്കെ പ്രയാസങ്ങൾ വന്നോ അതൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ മഹത്തായ എളുപ്പങ്ങളായിരുന്നു.
ഈ പ്രസ്ഥാനത്തിനെ അതിശക്തമായി വളരാൻ അനുവദിച്ചത് സഹോദരങ്ങളെ ചെറിയ ചെറിയ പ്രയാസങ്ങളായിരുന്നു. അതുകൊണ്ട് ആയത്ത് അല്ലാഹു 2 വട്ടം പറഞ്ഞു, പ്രയാസത്തിനോടൊപ്പം എളുപ്പമുണ്ട് തീർച്ച. ഏത് പ്രതിസന്ധിയോടൊപ്പവും സഹോദരങ്ങളെ എളുപ്പങ്ങൾ, വിശാലമായ എളുപ്പങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശ്രമല്ല, മുജാഹിദ് പുസ്തകത്തിന്റെ വിശ്രമല്ല. ഇപ്പൊ നൂർമാഷ് 3 പരിപാടി ഇവിടെ അനൗൺസ് ചെയ്തു. ഇതിപ്പോ ഈ വെക്കേഷന്റെ 3 ക്ലാസ്സിൽ MSMന്റെ വെക്കേഷൻ ക്ലാസ് നടക്കാൻ പോവുകയാണ്. സഹോദരങ്ങളെ, എവിടെയും പരിപാടികളും നോട്ടീസുകളുമാണ്. ഈ വിശ്രമമില്ലാത്ത ഈ പ്രബോധന രംഗത്ത് അതിശക്തമായി മുന്നോട്ട് പോവുകയാണ് മുജാഹിദ് പ്രസ്ഥാനം. അതിന്റെ ശൃംഖലയാണ് സഹോദരങ്ങളെ ഇവിടെയും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് അസാധാരണത്വങ്ങളൊന്നുമില്ല. മുജാഹിദ് പ്രസ്ഥാനം ഇങ്ങനെയാണ്. നിരന്തരമായ ഒരു പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ആദർശം പൂർത്തിയാകുവോളം അത് പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഞങ്ങൾ ഇവിടെ ഒരു പരിപാടി വെച്ചപ്പോൾ അത് നന്നായി ഇവിടെ ചർച്ചയായി, നന്നായി അവലോകനം ചെയ്യപ്പെട്ടു. അപ്പോഴാണ് ഇവിടുത്തെ പ്രവർത്തകന്മാർ തിരിച്ചറിഞ്ഞത് ഇവിടെ പരിപാടികൾക്ക് സാധ്യതയുണ്ട് എന്ന്. ആ സാധ്യത കൊണ്ടാണ് സഹോദരങ്ങളെ ആ പണച്ചിലവിന്റെ ഭാരത്തിൽ നിന്ന് വിശ്രമിക്കുന്നതിന് മുമ്പ് വീണ്ടും ഒരു പരിപാടിയുമായി ഇവിടുത്തെ പ്രവർത്തകന്മാർ രംഗത്ത് വന്നു. ഇവിടെ ഒരു മാത്രമാണ് ഇതിനെ സംഖ്യ സ്വരൂപിച്ചത്. ഇവിടുത്തെ പ്രവർത്തകന്മാർ മാത്രമാണ് ഇതിന്റെ സംഘാടകന്മാർ. ഈ പന്തലും ഈ സൗകര്യവും കാണുന്നത് ഞാൻ അടക്കമുള്ളവർ കാണുന്ന ഇവിടെ വരുമ്പോൾ മാത്രമാണ്. ഇതൊക്കെ പൂപ്പലത്തിലെ ആൾക്കാർ ചെയ്താണ്. സഹോദരങ്ങളെ, ഇവിടുത്തെ ചർച്ചകളും അവലോകനങ്ങളും ഇവിടെ ഒരു തിരിച്ചറിവുണ്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രബോധന പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് പോകുന്നതിന്റെ സൂചനകളാണ് വീണ്ടുമുള്ള ഈ മഹാസംഗമം. ഞാൻ ദീർഘിപ്പിക്കുന്ന സഹോദരങ്ങളെ, ഇവിടെ നമ്മുടെ ആദർശത്തെ, സിറാത്തുൽ മുസ്തഖീമിന്റെ വിജയത്തിന്റെ മാർഗത്തെ, ശരിയായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ, അതിന്റെ മഹത്വത്തെ, അതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കാവുന്ന ഒരു പ്രഭാഷണമാണ് നടക്കാൻ പോകുന്നത്. നമ്മൾക്ക് അർത്ഥവത്തായ പ്രമാണബദ്ധമായ ഒരു പ്രഭാഷണം, നമ്മുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കുന്ന, നമ്മുടെ പ്രബോധനത്തിന് ഉപകരിക്കുന്ന ഒരു പ്രസംഗം ഇവിടെ നിർവഹിക്കുവാൻ നമ്മുടെ സഹോദരൻ മുജാഹിദ് ബാലുശ്ശേരിക്ക് അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയ നമ്മൾക്ക് എല്ലാവരും അള്ളാഹു ഇതൊരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ബഹുമാന്യനായ ഹാരിസ് മൗലവിക്ക് നന്ദി പറയുന്നു. ബഹുമാന്യ പണ്ഡിതൻ മുജാഹിദ് ബാലുശ്ശേരി അവർകളെ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഈ മഹത്തായ ആദർശ പ്രബോധന സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ ആമുഖ പ്രഭാഷണം നടത്തിയ ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം, ഈ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, പെരിന്തൽമണ്ണയോട് ചേർന്ന് കിടക്കുന്ന വലമ്പൂരിൽ പ്രാദേശിക നിവാസികളെ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത ചിന്തകളിലും അഭിപ്രായങ്ങളിലും കഴിഞ്ഞുകൂടുന്ന സഹൃദയരെ, ഇസ്ലാഹി പ്രസ്ഥാന പ്രബോധന ചരിത്രത്തിലെ ഈ അടുത്ത കാലത്തെ രണ്ടാമത്തെ പ്രബോധന സംരംഭത്തിലാണ് നാം ഇന്നിവിടെ ഹാജരായിട്ടുള്ളത്. വിജയത്തിലേക്കുള്ള യഥാർത്ഥമായ വിജയികളുടെ ഫിർഖത്തുൻ നാജിയയുടെ തായിഫത്തും മൻസൂറ എന്ന് ഇസ്ലാമിക ലോകം വിളിച്ചിട്ടുള്ള മഹത്തായ വിജയം നേടിയ ആളുകളെ സംബന്ധിച്ചും വിജയത്തിൻ്റെ മാർഗത്തെ സംബന്ധിച്ചുമുള്ള അതീവ ഗൗരവമായ ഒരു ചർച്ചയാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കാൻ പോകുന്നത്. വലമ്പൂർ പ്രദേശത്ത് ജീവിക്കുന്ന സഹോദരങ്ങളോട് വളരെ ആദരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, നിങ്ങൾക്കൊരാൾക്ക് മരണാനന്തര ജീവിതത്തിലൊരു പ്രയാസം ഉണ്ടാക്കുക, ആശയപരമായി തെറ്റായ ഒരു പാതയിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിൽ നിങ്ങൾക്കൊരു പ്രയാസമുണ്ടാക്കുക എന്നത് ഞങ്ങൾ ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യില്ല എന്ന് നിങ്ങളോട് പറയുകയാണ്. പരമകാരുണികനായ നാഥ, നീ പഠിപ്പിച്ച യഥാർത്ഥമായ ദീൻ ലോകത്തെവിടെ അവസരം കിട്ടിയാലും അത് തുറന്നു പറയാനാണ് നീ പ്രബോധകരായ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്. പ്രവാചകന്മാരാണ് ലോകത്തുള്ള വിശ്വാസി സമൂഹത്തിന് എക്കാലഘട്ടത്തിലും മാതൃകയായിട്ടുള്ളത് എന്ന പച്ചയായ യാഥാർത്ഥ്യം നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൻ്റെ ഇസ്ലാമിക പ്രബോധനം യഥാർത്ഥമായ ലക്ഷ്യത്തിൽ നിന്ന് ബഹുദൂരം അകന്നു പോകുന്ന അതീവ ദയനീയമായ കാഴ്ചക്ക് നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പന്തലിലെ ചുവട്ടിലിരിക്കുന്നവരോടും റോഡരികുകളിലും പരിസരങ്ങളിലുമെല്ലാം ഉച്ചഭാഷണിയിലൂടെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളോടും അടിസ്ഥാനപരമായി സൂചിപ്പിക്കാനുള്ളത്, പ്രവാചകന്മാർ ലോകത്തൊരാളെയും ചതിച്ചിട്ടില്ല. മുജാഹിദുകളെ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയെക്കുറിച്ചാണ് തുടക്കത്തിൽ തന്നെ ഞാൻ സൂചിപ്പിക്കുന്നത്. പ്രവാചകന്മാർക്ക് വ്യക്തിപരമായ ഒരു താല്പര്യങ്ങളും ഉണ്ടായിരുന്നില്ല എന്നെല്ലാവർക്കും അറിയാം.
അവരൊരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന സ്വഭാവവും അവർക്കുണ്ടായിരുന്നില്ല. എന്നോടൊപ്പം ആളുകളുടെ എണ്ണം കുറയുന്നു എന്നതും ഒരിക്കലും പ്രവാചകന്മാരുടെ മനസ്സിനെ അലട്ടിയ ഒരു വിഷയമേ ആയിരുന്നില്ല. എന്നാൽ ഇന്ന് ആളുകളുടെ എണ്ണവണ്ണങ്ങൾക്കാണ് പലപ്പോഴും നമ്മളൊക്കെ പ്രാധാന്യം കൊടുക്കൽ. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, ഖുർആനിലെ 30-ാം അധ്യായം 30-ാമത്തെ വചനമാണ്. ഒരടിച്ചുപൊളി പ്രസംഗമല്ല യഥാർത്ഥത്തിൽ വലമ്പൂരിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഇനി അങ്ങോട്ട് ഗൗരവമായി ജീവിതത്തെ വീക്ഷിക്കാൻ തമാശകൾക്കപ്പുറത്തോ ഒഫലത്തുകൾക്കപ്പുറത്തേക്ക് നാം കടന്നു പോകേണ്ടതുണ്ട്. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, മനുഷ്യരിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ കാര്യങ്ങൾ അറിയാത്തവരാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഭൂരിപക്ഷവും ന്യൂനപക്ഷവും നോക്കിയല്ല യഥാർത്ഥത്തിൽ നാം സത്യത്തിന്റെ മാനദണ്ഡം തീരുമാനിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ അബൂ സുഫിയാനോട് ഇറാക്ലിയസ് ചക്രവർത്തിയുടെ ചോദ്യം ഞാൻ ഈ സന്ദർഭത്തിൽ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയും ഇപ്പോഴാണിത് പറയേണ്ടത്. നമ്മളെല്ലാവരും ഗൗരവമായി കേൾക്കേണ്ടതും ഇപ്പോഴാണ്. ചക്രവർത്തിയുടെ ചോദ്യം, പ്രവാചക തിരുമേനിയുടെ കൂടെ ആളുകൾ വർദ്ധിക്കുകയാണോ? അദ്ദേഹം പറഞ്ഞു, അതെ. പണക്കാരാണോ സാധാരണക്കാരാണോ? സമ്പന്നരാണോ സാധാരണക്കാരാണോ? അബൂ സുഫിയാൻ പറഞ്ഞു, സാധാരണക്കാരാണ്, നാടൻ മനുഷ്യന്മാരാണ്, സമൂഹത്തിൽ അത്ര പരിഗണിക്കുന്ന ആളുകളൊന്നുമല്ല. ഒരു വലിയ കാര്യമായി, ഒരു ന്യൂനതയായിട്ടാണ് അബൂ സുഫിയാൻ പറയുന്നത്. ഇറാക്ലിയസ് ചക്രവർത്തി പിന്നെ ഇനി ചോദിച്ച ചോദ്യങ്ങളുമായി വിശദീകരണം നടത്തിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, അബൂ സുഫിയാൻ, പ്രവാചക തിരുമേനിയിൽ വിശ്വസിക്കുന്ന ആളുകൾ സമ്പന്നരാണോ സാധാരണക്കാരാണോ എന്ന് ഞാൻ താങ്കളോട് ചോദിച്ചില്ലേ? താങ്കൾ പറഞ്ഞു സാധാരണക്കാരാണെന്ന് പറഞ്ഞു. അത് തന്നെയാണ് സത്യപ്രവാചകന്മാരുടെ അടയാളം. അവരെ പിന്താങ്ങുന്നതും അവരോടൊപ്പമുള്ളതും സാധാരണക്കാരായിരിക്കും. അവരുടെ വലതു ഭാഗവും ഇടതു ഭാഗവും മുന്നിലും പിന്നിലും സമ്പന്നന്മാരുടെ ഒരു വലിയ അകമ്പടി അതവർക്കുണ്ടാവില്ല. എല്ലാ പ്രവാചകന്മാരും ഇങ്ങനെയായിരുന്നു. ആ പ്രവാചകന്മാരോടൊപ്പം വിശ്വസിക്കുന്നവർ സാധാരണക്കാരാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതും അങ്ങനെയാണ്. ഞാനിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക് സദാ ഉച്ചരിക്കാറുള്ള ഒരു വാക്ക്, ആര് നിങ്ങളെ ചതിച്ചാലും ഞാൻ നിങ്ങളെ ചതിക്കില്ല. ആര് നിങ്ങളോട് കളവ് പറഞ്ഞാലും ഞാൻ നിങ്ങളോട് കളവ് പറയില്ല. പ്രവാചകന്മാരെല്ലാം പറഞ്ഞത് ഇന്നി ലക്കും നാസിഹുൻ ആമീൻ, ഞങ്ങൾ നിങ്ങളിലേക്കുള്ള ഗുണകാംക്ഷ നിർഭരമായ സവിശേഷതയുള്ള പ്രവാചകന്മാരാണ്. നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം. ലോകത്തൊരു പ്രവാചകന്മാരും മനുഷ്യരെ ചതിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല. സത്യസന്ധമായ അവർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയത് അള്ളാഹുവിന്റെ വചനം മാത്രം ഭയപ്പെടുകയും വേറെ ഒരാളെയും ഭയപ്പെടാതെയുമാണ് റൂട്ടിലേക്ക് ഇറങ്ങിയത്. ആ കാര്യം പറയുന്ന ഖുർആനിക വചനം, വിശുദ്ധ ഖുർആൻ പറയുന്നത്, അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹി വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വകഫാ ബില്ലാഹി ഹസീബ. ഖുർആനിലെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 39-ാമത്തെ വചനമാണ്. അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തുന്ന ആളുകൾ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുകയും വേറെ ഒരാളെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്യുക എന്നത്
ദുനിയാവ് അവരുടെ മുമ്പിൽ ഓഫർ ചെയ്യപ്പെട്ടു. ഭാവിയിൽ എൻ്റെ ജീവിതം എന്താകും, എൻ്റെ ജോലി എന്താകും, എൻ്റെ വേദികൾ എത്രത്തോളം എനിക്ക് നഷ്ടപ്പെട്ടു പോകും, ആളുകൾ എത്രത്തോളം എന്നെ സപ്പോർട്ട് ചെയ്യും, ഇതൊന്നും ചിന്തിച്ചവരില്ലല്ലോ പ്രവാചകന്മാർ. പ്രയാസങ്ങളുടെ മുൾക്കിരീടങ്ങൾ ഏറ്റുവാങ്ങിയ പ്രവാചകന്മാർ ലോകത്ത് നിഷ്കളങ്കമായ ആളുകളെ ദീനിലേക്ക് ക്ഷണിച്ചു. ഒരാളെപ്പോലും അവർ വഞ്ചിച്ചില്ല. പ്രബോധകന്മാരെ, മുസ്ലിം സംഘടനകളെ, ആളുകളുടെ സംഖ്യാബലമാണ് സത്യത്തിന്റെ മാനദണ്ഡം എന്ന് വിചാരിച്ചുവെങ്കിൽ അത് ശരിയല്ല. ആളുകളുടെ ആധിക്യമാണ് സത്യത്തിന്റെ മാനദണ്ഡമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. ആളുകളുടെ ന്യൂനപക്ഷ അവസ്ഥയാണ്, അവർ അസത്യത്തിലാണ് എന്നതിന്റെ മാനദണ്ഡമെന്നും ഖുർആൻ പറഞ്ഞില്ല. പ്രവാചക തിരുമേനി പറഞ്ഞത് ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. ഒരു ന്യൂനപക്ഷം എന്നും സത്യത്തിലുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറയുമ്പോൾ കുറച്ചു കാര്യം കൂടെ പ്രവാചക തിരുമേനി വിശദീകരിച്ചു. നമ്മൾ ഗൗരവമായ ചർച്ചയ്ക്ക് കൊണ്ടുവരേണ്ടതാണ്. ഞാൻ ആ ഭാഗത്തേക്ക് തുടക്കത്തിൽ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. തീർച്ചയായും ഒരു ന്യൂനപക്ഷം അവർ സത്യത്തിലായിരിക്കും. സത്യത്തിന്റെ ആളുകൾ അന്ത്യദിനം വരെ ഉണ്ടാവുകയും ചെയ്യും. അവർക്ക് അവരുടെ പാതയിൽ ഉറച്ചു നിൽക്കുന്നതിന് ഒരു കാര്യവും തടസ്സമാവുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൻ സൗബാൻ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തീർച്ചയായും ഒരു ന്യൂനപക്ഷം എന്നും സത്യത്തിലായിരിക്കും. ലാ യദുർറുഹും. പ്രവാചക തിരുമേനി പറയുകയാണ്, ആ ന്യൂനപക്ഷമായ ആളുകളിലെ അവരെ അവഗണിക്കുന്നവർ, അവരെ നിരുത്സാഹപ്പെടുത്തുന്നവർ, അവർക്ക് അവരെ ഉപദ്രവിക്കാൻ കഴിയില്ല. ഒരിക്കലും അവരെ ഉപദ്രവമേൽപ്പിക്കുകയില്ല. അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു കാര്യം അന്ത്യദിനം എത്തുന്നതുവരെ അവരപ്രകാരം തന്നെയായിരിക്കും. വിശുദ്ധ പ്രവാചക തിരുമേനിയുടെ വാക്കാണ്. നമ്മൾ ഇത് വായിക്കുന്നത്, പ്രവാചക തിരുമേനിയുടെ വചനാമൃതങ്ങൾ വായിക്കുന്നത് വഹിയാണ് എന്ന നിലയിലാണ്. ഒരു ന്യൂനപക്ഷം എന്നും സത്യത്തിലായിരിക്കും. ആ ന്യൂനപക്ഷം കക്ഷിത്വത്തിലേക്ക് ക്ഷണിക്കുന്നവരാവില്ല. ആ ന്യൂനപക്ഷത്തിന് ഭൗതികമായ താല്പര്യങ്ങൾ ഉണ്ടാവില്ല. അല്ലാമ നാസറുദ്ദീൻ അൽബാനി, ആധുനിക കാലഘട്ടത്തിലെ ഭുവന പ്രശസ്തനായ മുഹദ്ദിസ് അൽബാനി, ഒരു വലിയ സമൂഹത്തിന്റെ നേതാവിനെ കണ്ടുമുട്ടി. രാഷ്ട്രീയ മത സമൂഹം എന്ന് പറയുന്ന ഒരു വലിയ ജനപദത്തിന്റെ നേതാവിനെ. അയാൾ അല്ലാമ നാസറുദ്ദീൻ അൽബാനിയോട് പറഞ്ഞു, വലിയ ഒരു ജനപിന്തുണയുള്ള ആളാണ് ഞാൻ. അൽബാനി ഒരേ ഒരു ചോദ്യം ചോദിച്ചു, അല്ലാഹു അർശിൽ ഉപവിഷ്ടനാണ് എന്ന് നിങ്ങളുടെ ഖൗമ് വിശ്വസിക്കുന്നുണ്ടോ? നമുക്കൊന്നും ദഹിക്കുന്നൊരു ചോദ്യമല്ല അത്. അല്ലാഹു അർശിൽ ഉപവിഷ്ടനാണ് എന്ന് താങ്കളുടെ ഖൗമ് വിശ്വസിക്കുന്നുണ്ടോ? അയാൾ അതിനെതിരെ സംസാരിച്ചു, അതെനിക്കറിയില്ല. സഹോദരങ്ങളെ, ഇന്നും അൽബാനി അത് പറഞ്ഞ് അയാൾ ഉപേക്ഷിക്കുകയാണ്. എങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണ്. അക്കീദ പരിശോധിച്ചത് അങ്ങനെയാണ്. അടിമപ്പെണ്ണിന്റെ അക്കീദ പ്രവാചകൻ പരിശോധിച്ചത് എങ്ങനെ? ഐനല്ലാ എന്ന ചോദ്യത്തിലൂടെയാണ്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് ചെന്നപ്പോ 10 ചോദ്യങ്ങൾ ചോദിച്ചു ഹജ്ജിന് വന്ന ഹാജിമാരിൽപ്പെട്ടവരോട്. അതിലൊരു ചോദ്യം, അല്ലാഹു എവിടെ? എന്നിട്ട് ചോയ്സ് കൊടുത്തു. എല്ലായിടത്തും, തൂണിലും തുരുമ്പിലും ആകാശത്തും ഉപരിലോകത്ത് എന്നും കൊടുത്തു. ഹജ്ജിന് വന്ന മുസ്ലിമീങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകൾ എഴുതിയത് അല്ലാഹു എല്ലായിടത്തും എന്നാണ്. പ്രവാചക തിരുമേനിയാകട്ടെ പെണ്ണിനോട് ചോദിച്ചത് ഐനല്ലാ. ആ പെണ്ണ് ആകാശത്തേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു ഫിസ്സമാ,
അഅമിൻതും മൻ ഫിസ്സമാ അഅമിൻതും മൻ ഫിസ്സമാ 60-ാം അധ്യായം 16-17 വാചകങ്ങളാണ്. ഇർഹമു മൻ ഫിൽ അർളി ഇർഹമകും മൻ ഫിസ്സമാ. ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും, ഭൂമി ലോകത്തുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ. രണ്ടാമത്തെ ചോദ്യം മൻ അന, ഞാൻ ആരാണ് എന്ന പ്രവാചകന്റെ ചോദ്യം. അങ്ങുന്ന അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് പറഞ്ഞ റസൂൽ പറഞ്ഞു ഫഇന്നഹാ മുഅ്മിന, ആ പെണ്ണ് സത്യവിശ്വാസിനിയാണ്, അവളെ വിട്ടുകളാ എന്നാണ്. പ്രവാചകൻ ഒരു മടിയുണ്ടായിട്ടില്ല. അല്ലാഹു എവിടെയെന്ന് അൽമനാറിൽ ലേഖനം വന്നപ്പോ പേരൂട്ടുകാരൻ പറഞ്ഞത് അല്ല എവിടെയെന്നറിയില്ല, മുജാഹിദുകളുടെ അല്ല എവിടെയെന്നറിയില്ല. ഈ ഫോൺ നമ്പറിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുക എന്ന് പരിഹസിക്കുകയായിരുന്നു. അയിനല്ല എന്ന ചോദ്യം റസൂലുള്ളാന്റേതാണ്. റസൂലുള്ളാനെ പരിഹസിക്കുന്നവരാണ് ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിനെ നിഷേധിക്കുന്ന ഒരു ജനവിഭാഗം ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സുന്നത്തെ എടുക്കാൻ കഴിഞ്ഞില്ല എന്നതിനേക്കാൾ ഭയാനകരമാണല്ലോ ഒരു സുന്നത്തിനെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുക എന്നത്. കഴിഞ്ഞ ഹുസൈൻ സലഫിയുടെ പ്രഭാഷണത്തിൽ ഞാനും നിങ്ങളും ഒരേപോലെ ഇതേ സദസ്സിലിരുന്ന് കേട്ട ഓർമ്മകൾ നിങ്ങൾക്കുണ്ടാകും. ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. ഒരു ന്യൂനപക്ഷം ലോകത്തേത് കാലഘട്ടത്തിലും ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ സത്യത്തിൽ ഉറച്ചു നിൽക്കുമെന്നത് വളരെ വ്യക്തമാണ്. നാം ആ ന്യൂനപക്ഷത്തിലെ മെമ്പറാകുന്നുണ്ടോ? എന്താണ് ആ ന്യൂനപക്ഷത്തിന്റെ പ്രത്യേകത? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസി സമൂഹത്തെ ചതിച്ചിട്ടില്ല. പ്രവാചകന്മാരാരും ലോകത്ത് വന്നിട്ട് ആരെയും വഞ്ചിച്ചിട്ടില്ല. ആളുകളെ പറ്റി തെറ്റായ നയങ്ങൾ രൂപീകരിച്ച് ഒരാദർശ പ്രസ്ഥാനത്തെ ജനങ്ങൾക്കിടയിൽ കൊച്ചാക്കി നടുറൂട്ടിൽ പരിഹാസ കഥാപാത്രങ്ങളാക്കി അവരെ മാറ്റി അവരുടെ ആദർശം ശരിയല്ല എന്ന് വരുത്തി തീർത്ത് യഥാർത്ഥ ആദർശത്തിൽ നിന്ന് മറ്റുള്ളവരെ അടർത്തിയെടുക്കുമ്പോൾ ഓർക്കുക, അള്ളാഹുവിന്റെ റസൂലെ നമുക്ക് പഠിപ്പിച്ചു എന്ന പ്രവാചകന്റെ മാർഗമായി പ്രവാചക തിരുമേനി നമുക്ക് ഓതി തന്ന ഖുർആനിക വചനം 6-ാം അധ്യായം സൂറത്ത് അൻആമിലെ 153-ാമത്തെ വചനം. പ്രവാചക തിരുമേനി പറഞ്ഞു, ഇതാകുന്നു എന്റെ മാർഗം, നേരെ ചൊവ്വായ മാർഗം. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ഈ മാർഗത്തിലേക്കാണ്. ഈ മാർഗമാണ് നിങ്ങൾ അവലംബിക്കേണ്ടത്. ഈ മാർഗമല്ലാത്ത മറ്റൊരു മാർഗത്തെ നിങ്ങൾ അവലംബിച്ചാൽ നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയാൻ ഫതഫറഖ ബികും മൻ സബീലി, അതല്ലാത്ത മാർഗങ്ങളിലെ ആ മാർഗങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചാൽ നിങ്ങൾ ഭിന്നിച്ചു പോകുന്നതാണ്. ദാലികും വസാകും ബിഹി ലഅല്ലകും തഅഖിലൂൻ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ വചനം നാം ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതാണ്. അള്ളാഹു നമുക്ക് പഠിപ്പിച്ചെന്ന കൃത്യമായ ഒരു മാർഗം, നേരെ ഹാദാ സബീലുല്ലാഹി മുസ്തഖീമ എന്ന് റസൂലുള്ള നീണ്ട വര വരയ്ക്കുകയും വലത്തോട്ടും ഇടത്തോട്ടും അനവധി വരകൾ വരച്ചിട്ട് ഈ വരകളിലൊന്നും നിങ്ങൾ പ്രവേശിക്കരുത്. ഹാദാ സബീലുല്ലാഹി മുസ്തഖീമ, നേരെ ചൊവ്വായ വഴി ഇതാണ്, ഈ വഴിയിലാണ് നിങ്ങൾ പ്രവേശിക്കേണ്ടത്. വലത്തോട്ടും ഇടത്തോട്ടും നിങ്ങൾ ഛിന്ന ഭിന്നമായി മാറി നിന്നാൽ, ആ വഴികളിൽ നിങ്ങൾ പ്രവേശിച്ചാൽ ആ വഴികളിലെ ഓരോ വാതിലുകളിലും പിശാചുക്കൾ പതിയിരിക്കുന്നുണ്ട്. നിങ്ങൾ ലലാലത്തിന്റെ വഴികളിലേക്ക് വിളിക്കാനെന്ന വഹിയുള്ള പ്രവാചകന്റെ വാക്കിനെ മുഖവിലക്കെടുക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോവുകയാണ്. നമ്മൾ ചെയ്യുന്നത്, ഞാൻ ആരുടെ കൂടെ കൂടിയാലാണ് എന്റെ ഭാവി എനിക്ക് കരുപ്പിടിപ്പിക്കാൻ കഴിയുക? മുജാഹിദുകളെ, ഞാൻ ഗൗരവമായി പറയുന്നു, അതുകൊണ്ട് രക്ഷയില്ല. ഞാൻ ആരുടെ കൂടെ നിന്നാലാണ് എന്റെ ഭാവി കരുപ്പിടിപ്പിക്കുക? ഞാൻ ഇന്നലെ വരെ ബിസിനസ്സുമായി തുടർന്ന ഒരാളുമായുള്ള എന്റെ ശരീക്കിനെ ഞാൻ ഉപേക്ഷിച്ചാൽ എന്റെ ഭാവി എന്താകുമെന്ന് ചിന്തിക്കുന്നവരോട് അള്ളാഹു നിനക്ക് നൽകിയത് കൊണ്ട് പരലോകത്തെ പ്രതീക്ഷിക്കാനും മാത്രമല്ല, വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ സൂക്ഷിച്ചാൽ ഇത്തഖില്ലാഹി യജ്അൽ ലഹു മഖ്റജ. സൂറത്ത് ഖസസിലാണല്ലോ പറയുന്നത്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ ഉപജീവന മാർഗം അല്ലാഹു ഉണ്ടാക്കി തരും. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ സൂറത്ത് 11-ാം അധ്യായം ഹൂദിലെ 6-ാമത്തെ വചനത്തിൽ പറയുന്നത്, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. ഏതൊരു മനുഷ്യനെയും ജീവജാലങ്ങളെയും അല്ലാഹു പടച്ചപ്പോൾ ആ ജീവജാലങ്ങൾക്ക് ആവശ്യമായ, മനുഷ്യർക്ക് ആവശ്യമായ ഉപജീവനം അല്ലാഹു ഈ ഭൂമുഖത്ത് ഏർപ്പെടുത്തിയിട്ടാണ്
അള്ളാഹു അവരെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന ബോധം നമുക്കുണ്ടാകണം. ഞാൻ എന്നാളെ കൂടെ നിന്നാലേ എനിക്ക് ഇന്നിടത്തേക്ക് പോകാൻ കഴിയൂ, എനിക്ക് ഗൾഫ് രാജ്യങ്ങളിൽ ചെല്ലാൻ കഴിയൂ, അവരുടെ ലെറ്റർ ഹെഡിൽ കത്തുണ്ടെങ്കിലേ എനിക്ക് ഇന്ന സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെടാൻ കഴിയൂ എന്ന് വിചാരിക്കുന്നവർ ഈമാനിന് പുഴുക്കുത്തേറ്റവരാണ്. നേരെ മറിച്ച് അല്ലാഹുവേ, കക്ഷിത്വത്തിന്റെ യാതൊരു ലാഞ്ചനയും എന്റെ മനസ്സിലില്ല, സത്യത്തോടൊപ്പം കൂറ് പുലർത്താൻ എനിക്ക് സാധിക്കും. കാരണം നിന്റെ ഗ്രന്ഥത്തിലെ 9-ാം അധ്യായം 119 യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, പടച്ചവനെ നീ നിന്നെ സൂക്ഷിക്കാനും വകൂനൂ മഅസ്വാദിഖീൻ, സത്യം പറയുന്നവരോടൊപ്പം നിൽക്കാനും നിന്റെ ഗ്രന്ഥത്തിലൂടെ ഞാൻ വായിച്ചിട്ടുണ്ട്. കളവിന്റെ അസത്യത്തിന്റെ ലാഞ്ചനയുള്ളവരുടെ കൂടെ ഞാൻ ഒരിക്കലും നിൽക്കുകയില്ല, ഞാൻ അതിനോട് രാജിയാവുകയില്ല. ഞാൻ സത്യത്തിലേ ഉറച്ചു നിൽക്കൂ, അതുകൊണ്ടേ എനിക്ക് സ്വർഗത്തിലെത്താൻ കഴിയൂ. ഈ ഇഖ്ലാസ് ഉണ്ടോ ഈ സദസ്സിലിരിക്കുന്ന വിശ്വാസികളെ? നമുക്ക്, എന്റെ പ്രസംഗം കേൾക്കുന്നവരെ, നിങ്ങൾക്കൊക്കെ നാം ഓരോരുത്തരും അത്തരമൊരു സമീപനം സ്വീകരിച്ചവരാണോ? അതല്ല മഹ്ശറയിൽ ഭൗതികമായ താല്പര്യങ്ങളുടെ പേരിൽ അള്ളാഹുവിന്റെ നരകാഗ്നിയിലേക്ക് നടക്കൂ നടക്കൂ എന്ന് പറഞ്ഞ് അള്ളാഹു ആട്ടിത്തെളിച്ച് വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറാ എന്ന് ഖുർആനിലെ 39-71 പറഞ്ഞ പോലെ നരകത്തിന്റെ അഹ്ലുകാരെ ആട്ടിത്തെറിച്ച് നരകത്തിന്റെ അഗ്നിനാളങ്ങളിലേക്ക് യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അത്അനല്ലാഹ് വഅതാനർ റസൂലാ. അല്ലാഹുവേ, അല്ലാഹുവിനെ റസൂലിനെയും അനുസരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. സാദത്തനാ വകുബറാഅനാ ഫഅളല്ലൂന സബീല, സാദാത്യങ്ങളെയും പണ്ഡിതന്മാരെയും അവരെ എഴുന്നള്ളിച്ച വിവരക്കേടുകളെയും അവരൗദ്യോഗികമായി എന്നതിന്റെ പേരിൽ, അവർക്ക് ലെറ്റർ ഹെഡ് ഉണ്ട് എന്നതിന്റെ പേരിൽ, അവർക്ക് സ്ഥാനമാനമുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവരൊഴുക്കിയ വിടുവായിത്തങ്ങളുടെ പിന്നാലെ പോയി ആ നേതാക്കന്മാരെയും പണ്ഡിതന്മാരെയും അനുയായികളെയും ഈ പ്രമാണിമാരെയും അനുസരിച്ചതിന്റെ പേരിൽ എനിക്ക് നരകത്തിൽ പോകേണ്ടി വന്നല്ലോ. റബ്ബനാ ആതിന ലൈഫൈന മിനൽ അദാബ്. ഇത് സമസ്തക്കാർക്കെതിരെ മാത്രം ഓതി ശീലിച്ചവരോട് നെഞ്ചകത്ത് വളരെ ഗൗരവമായി ആലോചിക്കേണ്ട ഘട്ടങ്ങളിലൂടെയാണ് ഞാനും നിങ്ങൾ കടന്നു പോകുന്നത് എന്ന ഓർമ്മ. ആധുനിക ലോകം സങ്കീർണമാണ്, പ്രശ്നകലുഷിതമാണ്, പ്രയാസപൂർണമാണ്. വത്തഖൂ ഫിത്ന ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ വഅലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. 8-ാം അധ്യായം 25-ാമത്തെ വചനമാണ്. സത്യവിശ്വാസികളെ, നിങ്ങൾ ഫിത്നയെ സൂക്ഷിക്കണം, കുഴപ്പങ്ങൾ വ്യാപിക്കുന്ന നിങ്ങൾ സൂക്ഷിക്കണം. എല്ലാവരെയും കൊണ്ടേ അത് പോകൂ, എല്ലാവരുടെ മനസ്സിനെയും മതിച്ചുകൊണ്ടേ അത് കടന്നു പോകൂ, എല്ലാവരെയും നശിപ്പിച്ചുകൊണ്ടേ അത് കടന്നു പോകൂ. അള്ളാഹുവിന്റെ ശിക്ഷ വരുമ്പോ ഇല്ലല്ലദീന ളലമൂ മിൻകും ഖാസ വഅലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഇത് വിശുദ്ധ ഖുർആനിന്റെ വചനമാണ്. ഖുർആനിന്റെ അനവധി വചനങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരേണ്ടതുണ്ട്. നാം ആ വിഷയങ്ങൾ പഠിക്കേണ്ടതുണ്ട്, നാം ആ വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ വരാനിരിക്കുന്നത് ഭയചകിതമായ നരകമാണ്. മതത്തെ തമാശയായി നിങ്ങൾ കാണരുത്, ദുനിയാവിന്റെ ആർഭാടങ്ങളെ തമാശയായി നിങ്ങൾ കാണരുത്. ഈ സുഖലോലുപതയും ആർഭാടതയും നശിച്ച് പടച്ചതമ്പുരാന്റെ മുമ്പിലേക്ക് ചെല്ലേണ്ട ഒരു ദിവസമുണ്ട് എന്ന ഓർമ്മ ഗൗരവമായി നമുക്കില്ലെങ്കിൽ, സുബ്ഹാനല്ലാഹ്, പരമപരിശുദ്ധനായ റബ്ബിനെ സാക്ഷ്യം നിർത്തി ഞാൻ പറയുന്നു, എനിക്കും നിങ്ങൾക്കും വേദനിക്കേണ്ടി വരും. അതല്ല, മിന്നീ ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്കാർക്ക് വന്നു കിട്ടിയോ, ആ മാർഗദർശനത്തെ ആരാണോ പിന്തുടരുന്നത് അവർ ദുഃഖിക്കേണ്ടി വരില്ല, അവർ ഭയപ്പെടേണ്ടി വരില്ല എന്ന കാര്യം വളരെ ഗൗരവമായ ഖുർആനിന്റെ താക്കീതാണ്. ഖുർആനിലെ 2-ാം അധ്യായം 38-ാമത്തെ വചനം. പ്രവാചകന്മാർ സമൂഹത്തിലേക്ക് വന്നു. ആ സമൂഹത്തിന്റെ തെറ്റായ നടപടികളെ സ്നേഹത്തോടെ ഗൗരവത്തോടെ വളരെ വൈകാരികമായി ആ ജനസമൂഹത്തെ അവർ ഉത്ബോധിപ്പിച്ചു. അവരൊരു കാര്യം ഓർത്തു, മരണത്തിന് ശേഷമുള്ള ജീവിതം. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്, പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ട് ഭൗതികമായ എത്ര കാര്യം പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് 1500 വീട് വെച്ച് തരാം, നിങ്ങൾക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാക്കി തരാം, നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ന കേന്ദ്രങ്ങൾ ഉണ്ടാക്കി തരാം, അനാഥാലയങ്ങൾ ഉണ്ടാക്കി തരാം, എക്സ്പ്രസ് ഹൈവേകൾ ഉണ്ടാക്കി തരാം എന്നൊന്നും പ്രവാചകന്മാർ പറഞ്ഞില്ല. വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ ഉണ്ടാക്കി, ഡോക്ടർമാരെ എഞ്ചിനീയർമാരെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ പ്രവാചകന്മാരുടെ പ്രഖ്യാപിത നയമല്ല. ഇസ്ലാമിന് അതൊക്കെ ആവശ്യമാണ്, അതെല്ലാം ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ്.
പക്ഷേ പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ട് ഭൗതിക ഓഫറുകൾ നൽകിക്കൊണ്ടല്ല ആളുകളെ ദീനിലേക്ക് കൊണ്ടുവന്നത്. മറിച്ച് ജനങ്ങളോട് അവർ നേരിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തി. പടച്ചവനോട് ഓഫർ ചെയ്യുന്ന അങ്ങനെയാ. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലി സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ. എത്ര ഹൃദയഹാരിയായ ചോദ്യമാണ് നൂഹ് അലൈഹിസ്സലാമിന്റെ ഹൃദയത്തിൽ തട്ടിയ ചോദ്യം. എന്റെ ജനങ്ങളെ, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തി. അങ്ങാടിയിലെ പ്രസംഗാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ വയലാ. ഇന്ന് നടത്താൻ എവിടെ ആളുകൾ? ജനങ്ങളോട് നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തൂ എന്ന് പറയാൻ എവിടെ ആളുകൾ? അങ്ങനെ നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ, പൊറുക്കലിനെ തേടിയാൽ, കാരണം ലോകത്തിലെ ഏത് തിന്മയില്ലാതാകണമെങ്കിലും പശ്ചാത്താപം ഉണ്ടാവണം. പശ്ചാത്താപത്തിലൂടെയാണ് മനുഷ്യൻ നന്നാവുക. അതേ നബിയേ, ജാഹിലിയത്തിന്റെ കാലഘട്ടത്തിൽ എന്റെ പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടിപ്പോയി നബിയേ, എനിക്കല്ല പൊറുത്തു തരുമോ? ഈ വിചാരം മായിസ്റലാന് വ്യഭിചരിച്ചു പോയി. തുഹിർനി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ സോപ്പിട്ട് കുളിപ്പിക്കൂ, ഡെറ്റോൾ ഒഴിച്ച് കുളിപ്പിക്കൂ എന്നല്ല, കല്ലെറിഞ്ഞ് രക്തത്തിൽ എന്നെ കുതിർത്ത് എന്റെ ശരീരം രക്തത്തിൽ കുളിപ്പിച്ച് ആന്തരിക ശുദ്ധി നേടി എന്നെ മരിപ്പിക്കൂ. നരകത്തിന്റെ അഗ്നിനാളങ്ങൾ എന്നെ നക്കിയെടുക്കുന്ന അവസ്ഥ ഉണ്ടാകല്ലേ പ്രവാചക എന്ന് കെഞ്ചിയ മായിസ് പ്രവാചകനോട് ആവശ്യപ്പെട്ടത് ഈ ആന്തരിക ശുദ്ധിയാണ്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുത്തതഖിരീൻ എന്ന് സൂറത്തു ആൽ ഇംറാനിൽ അല്ലാഹ് പറഞ്ഞതാണ്. ആന്തരിക ശുദ്ധിയുള്ളവരെ അഥവാ പശ്ചാത്തപിക്കുന്നവരെയും ബാഹ്യശുദ്ധിയുള്ളവരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ ഓതി നമ്മളെ പഠിപ്പിച്ചത്. നൂഹ് നബി അവരോട് പറഞ്ഞതാണ്, ഒരുപാട് പാപക്കറകൾ ചെയ്തവരാ നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ എരുന്നോളീൻ, പടച്ചവനോട് നിങ്ങൾ പ്രാർത്ഥിച്ചോളീൻ, നിങ്ങളുടെ പാപങ്ങൾ റബ്ബിനോട് ഏറ്റുപറഞ്ഞോളീൻ. അതുകൊണ്ടാണ് താവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ പറഞ്ഞത്, തെറ്റുകൾ കൂമ്പാരമായി നീ ചെയ്താലും നീട്ടുന്ന കൈകൾ തട്ടാത്ത റബ്ബാ പിന്നെയും. എത്ര തന്നെ പാപങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പടച്ചവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിക്കോളൂ എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ. അനസ്തഗ്ഫിറു, മഹാനായ ഹൂദ് നബി പറയാൻ 11-ാം അധ്യായം 3-ാമത്തെ വചനമാണ്. അവിടെയും പറഞ്ഞ് നിങ്ങൾ പടച്ചതമ്പുരാനോട് ഇസ്തിഗ്ഫാർ നടത്തൂ, എങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് സമൃദ്ധമായ മഴ ചൊരിഞ്ഞു തരും. അല്ലാഹു സമൃദ്ധമായ മഴ നിങ്ങൾക്ക് ചൊരിഞ്ഞു തരും. വല്ലാത്തൊരു വാക്കാണ്. പശ്ചാത്തപിച്ച് മടങ്ങിയാൽ ഭൂമി കിളിർക്കുമാർ അല്ലാഹു മഴ ചൊരിയുമെന്നത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. നിങ്ങൾക്ക് അല്ലാഹു സന്താനങ്ങൾ നൽകും, നിങ്ങൾക്ക് അല്ലാഹു സമ്പത്ത് നൽകും, നിങ്ങളുടെ പുഴകൾ നിറഞ്ഞു ഒഴുകും, നിങ്ങൾക്ക് അരുവികൾ ഉണ്ടാക്കി തരും. പടച്ചതമ്പുരാന്റെ ഓഫറാണ്. വിശുദ്ധ ഖുർആനിലെ 71-ാം അധ്യായം സൂറത്ത് നൂഹിലെ 13 മുതൽ 10 മുതലുള്ള 16 വരെയുള്ള വചനമാണ്. അവസാനം നൂഹ് നബി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മാലകുൻ ലാ തർജൂന ലില്ലാഹി വഖാറാ, മാലകുൻ ലാ തർജൂന ലില്ലാഹി വഖാറാ. അല്ലാഹുവിന് നിങ്ങൾ ഒരു ഗാംഭീര്യം കാണുന്നില്ലേ? പടച്ചതമ്പുരാനിലേക്ക് ക്ഷണിക്കാൻ എവിടെ പ്രസ്ഥാനങ്ങൾ? മുജാഹിദുകളെ, നിങ്ങളെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് ഈ വിനീതനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ എനർജി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നതിൽ സംശയമില്ല. നമ്മുടെ ചർച്ചകൾ എവിടെയൊക്കെയോ തട്ടി പ്രതിധ്വനിക്കുന്നുണ്ട്, പക്ഷെ ന്യായമായ പ്രബോധനത്തിന്റെ ശൈലിയല്ല എന്ന അവസ്ഥാവിശേഷത്തെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ പ്രബോധനം നടത്തിയപ്പോ നമുക്കറിയാമല്ലോ, നമ്മളിൽ നിന്നൊരു വിഭാഗം പിരിഞ്ഞുപോയി. ആ പിരിഞ്ഞുപോയ കാലഘട്ടത്തിന്റെ ബഹളങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അന്നത്തെ മനപ്രയാസങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഹാരിസ് മൗലവിയുടെ ഉദ്ധരിച്ച ഖുർആനിലെ വചനമുണ്ടല്ലോ, പ്രയാസത്തിന്റെ കൂടെ എളുപ്പമെന്നത് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതാണ്. നമ്മൾ ഒരുപാട് നൊമ്പരങ്ങൾ ഏറ്റുവാങ്ങി. പിന്നീടുള്ള ഒരു വ്യാഴവട്ടക്കാലം, ഒരു നീല കുറിഞ്ഞു പൂക്കുന്ന കാലം, 12 വർഷത്തിനാണ് ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുക. 2000 മുതൽ 2012 വരെയുള്ള ഒരു വ്യാഴവട്ടക്കാലം സാൽവേഷന് സാക്ഷ്യം വഹിച്ചു, ദി ലൈറ്റ് എക്സിബിഷന് സാക്ഷ്യം വഹിച്ചു. അനവധി ജില്ലകളിൽ എക്സിബിഷൻ ഉണ്ടായി. മഹത്തായ 2 സമ്മേളനങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമായി. നമ്മൾ തിരഞ്ഞെടുത്ത നന്മയിലേക്ക് തിന്മക്കെതിരെ എന്ന KNM-ന്റെ ക്യാമ്പയിൻ മാനവ സമൂഹത്തിന്റെ മനസ്സാക്ഷിയെ തട്ടിയുണർത്തി. ISM സംഘടിപ്പിച്ച ഇസ്ലാം വെളിച്ചമാണെന്ന ക്യാമ്പയിൻ നമ്മുടെ മനസ്സിന്റെ അഗാധതകളിൽ വെളിച്ചം വീശി. മതം ഗുണകാംക്ഷയാണെന്ന നമ്മുടെ ക്യാമ്പയിൻ മനുഷ്യരുടെ മനസ്സുകളിൽ കോളിളക്കം സൃഷ്ടിച്ചു. MSM-ന്റെ സമ്മേളനങ്ങൾ നമ്മുടെ മനസ്സുകളിൽ കോളിളക്കം സൃഷ്ടിച്ചു. MSM-ന്റെ പ്രോഫ്കോണുകൾ നമ്മുടെ മനസ്സുകളിൽ കോളിളക്കം സൃഷ്ടിച്ചു.
വളർന്നു വരുന്ന വഴിവിട്ടുപോയ ഒരു ജനപദത്തിന്റെ അബദ്ധസഞ്ചാരങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് മാനവ ജനതയെ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടാൻ കഴിഞ്ഞ ഇന്നലകളിൽ നമുക്ക് സാധിച്ചു. ആ ആളിൽ ഒരേ ഒരു നേതാവേ മരിച്ചുപോയിട്ടുള്ളൂ, ബഹുമാനനായ അലി അബ്ദുർ റസാഖ് മദനി. അതല്ലാത്തവർ, അതുപോലെ എസ് മൈദീദ് തങ്ങൾ എന്റെ ഓർമ്മകളിൽ, പിന്നെ ചെറിയ ചെറിയ ആളുകൾ അന്ന് സംഘടിപ്പിച്ച KNM-ന്റെ, ISM-ന്റെ, MSM-ന്റെ നായകത്വം വഹിച്ചവരെല്ലാം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഇനിയും ഒരു വ്യാഴവട്ടക്കാലത്തിന്റെ പടപ്പാട്ട് പാടാൻ ആദർശപരമായ ഭദ്രത നമ്മുടെ മനസ്സകത്തുണ്ട്. നമ്മളിൽ പ്രതീക്ഷ അർപ്പിച്ച ലക്ഷോപലക്ഷം വരുന്ന മനുഷ്യർ കേരളത്തിന്റെ മണ്ണിൽ മാത്രമല്ല, ഇന്തോനേഷ്യയിലും തായ്ലാന്റിലും മലേഷ്യയിലും അതുപോലെ തന്നെ ചൈനയിലും അമേരിക്കയിലും ലണ്ടനിലും ഫ്രാൻസിലും ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ, അറബ് നാടുകളിൽ, മംലക്കത്തു സൗദിയ, മംലക്കത്തുൽ ബഹ്റൈൻ, അതുപോലെ തന്നെ ദൗലത്തുൽ ഖത്തറിയ, ദൗലത്തുൽ കുവൈത്ത് തുടങ്ങിയ അറബ് രാജ്യങ്ങളിൽ ബൈലക്സിലൂടെ സ്ഥിരമായി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരുടെ ആദർശാധിഷ്ഠിത വാഗ്ധോരണികൾ കേൾക്കുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രതീക്ഷയാണ് സലഫി പ്രസ്ഥാനം എന്ന് നമ്മൾ മറന്നുകൊണ്ട് ഒരു നിമിഷം പോലും നമ്മൾ ജീവിക്കാൻ പാടില്ല. എന്ന ആയത്ത് കേവലം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ മാത്രം ഓർക്കേണ്ടതല്ല. അള്ളാഹു നമുക്ക് നൽകിയ പ്ലാറ്റ്ഫോമുകൾ, അള്ളാഹു നമുക്ക് നൽകിയ അന്തസ്, അള്ളാഹു നമുക്ക് നൽകിയ പ്രതാപം, അള്ളാഹു നമ്മുടെ കൈകളിൽ തന്ന മൻഹജു സലഫ്, അതേന്തിയിട്ട് ആയിരക്കണക്കിന് മനുഷ്യരെ സത്യത്തിന്റെ വഴിത്താരകളിലേക്ക് നയിക്കേണ്ടവരാണ് നമ്മൾ എന്ന ഓർമ്മ നമുക്ക് നഷ്ടപ്പെട്ടു പോയിക്കൂടാ. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹി വയഖ്ശൗനഹു വല യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുക, വേറൊരാളെയും ഭയപ്പെടാതിരിക്കുക. ഈ ഒരു ബോധം വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം 54-ാമത്തെ 5-4 യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യുതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബുനഹു. സത്യവിശ്വാസികളെ സത്യനിഷേധികളെ എന്ന് വിളിച്ചിട്ടല്ല, ഹൈന്ദവരെ ക്രൈസ്തവരെ എന്ന് വിളിച്ചിട്ടല്ല, സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ നിങ്ങൾ എന്ന് മനസ്സിലാക്കിയത് യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യുതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും. നിങ്ങളാനും ഈ ദീനി പ്രബോധനം നിർത്തിവെച്ചിട്ട് മടുത്തെന്ന് പറയാ, മനമടുത്തു. ആർക്ക് വേണ്ടിയാ? നിനക്ക് വേണ്ടിയാണോ? ആരാ നിന്നെ ആർക്ക് വേണ്ടി നീ ചിന്തിക്കാൻ പഠിപ്പിച്ചത്? ആർക്ക് വേണ്ടിയോ? കഷ്ടം. വൈകാല ലുക്മാൻ, വിശുദ്ധ ഖുർആൻ പറയാൻ, ലുക്മാനുൽ ഹക്കീമിന് അല്ലാഹു തത്വജ്ഞാനം നൽകി. ഫൈനമാ യശ്കുറു ലിനഫ്സി വമൻ കഫറ ഫൈനല്ലാഹ ഗനിയ്യുൻ ഹമീദ്. അല്ലാഹുവിനോട് നന്ദി കാണിക്കണം. നന്ദി കാണിക്കുന്നത് നാട്ടുകാർക്ക് വേണ്ടിയാ? നിങ്ങൾക്ക് വേണ്ടി. ഞാനിനി ആർക്ക് വേണ്ടിയാ? ഞാൻ മണ്ഡലം പ്രസിഡന്റാവില്ല. ഹായ്, ഒരു സെലവി പറയേണ്ട വാക്കാത്. ഞാൻ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം വിടൂല. അസത്യത്തിനെതിരെ ശബ്ദിക്കാൻ ഞാൻ ആ സ്ഥാനം ഉപയോഗിക്കും. അല്ലേ അല്ലേ? ആരെ തോൽപ്പിച്ചിട്ടാ? ആരെ തോൽപ്പിച്ചിട്ടാ? അവൻ എന്റെ പരലോകം. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാ ധനം ചെലവഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ഖുർആൻ ഇതൊക്കെ പ്രചോദനം. അവിടെ പറഞ്ഞത് എന്താ? വമാ തുൻഫിഖു മിൻ ഖൈറിൻ ഫലിയൻഫുസികും വമാ തുൻഫിഖുന ഇല്ല ഇബ്തിഗാഅ വജ്ഹില്ല. വല്ലാത്തൊരു വാക്കല്ലേ? 2-ാം അധ്യായം സൂറത്ത് ബഖറ 272. വമാ തുൻഫിഖു മിൻ ഖൈറിൻ ഫലിയൻഫുസികും വമാ തുൻഫിഖുന ഇല്ല ഇബ്തിഗാഅ വജ്ഹില്ല. നീ വല്ലതും ചെലവഴിക്കുന്നുണ്ടെങ്കിലേ അത് നിക്ക. ഞാനിനി ആർക്ക് വേണ്ടിയാ? എന്താണ്ട നിരാശ തോന്നും, മനുഷ്യസാരമാണ്. നിരാശയാ. അല്ല ഉജ്ജ്വലമാക്കി. റസൂലിന്റെ നിരാശ മാറി. യൂനുസ് നബി അലൈഹിസ്സലാം ഇട്ടെറിഞ്ഞു, മടുത്തു, ഒരുപാട് ശ്രമിച്ച് പരാജയപ്പെട്ടു. കപ്പലിൽ കയറി, താഴെ വെള്ളത്തിൽ ചാടി, മത്സ്യം വിഴുങ്ങി. ചുരുക്കി പറഞ്ഞ എന്നിട്ട് എന്താ ഉണ്ടായത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പ്രാർത്ഥിക്കപ്പെട്ടവരോട് പ്രാർത്ഥന സ്വീകരിച്ചു. കൊണ്ടേക്ക് കരക്കുതുപ്പി. യക്തീൻ എന്ന് പറഞ്ഞ ചൊരങ്ങയുടെ ആകൃതിയിൽ ഒരു പച്ചക്കറി, അത് കഴിക്കാൻ അല്ലാഹു ആവശ്യപ്പെട്ട സൂറത്ത് സഫാത്ത് 37-ാം അധ്യായം. അത് കഴിച്ചു, ആരോഗ്യം വീണ്ടെടുത്തു. അന്ന് നാട്ടിലേക്ക് തന്നെ അടിച്ചു. ചരിത്രം പിന്നെ നമ്മൾ ഇത്രേ പറയാറുള്ളൂ. യൂനുസ് നബി നിരാശപ്പെട്ടു പോയി. അല്ല മനുഷ്യരെ, യൂനുസ് നബി തിരിച്ചു വന്ന നാട്ടിൽ ദൈവത്തെടുത്തി. അവര് മുഴുവനും ഇസ്ലാം സ്വീകരിച്ചു. യൂനുസ് നബിയുടെ ദൈവത്തെ ക്ലിക്ക് ചെയ്തു. നിരാശപ്പെട്ട് മടങ്ങിപ്പോയ യൂനുസ് നബി തിരിച്ചു വന്നു.
സ്വന്തത്തിന് വേണ്ടി, പരലോകത്തിന് വേണ്ടി. അതുകൊണ്ട് ആരും നിരാശ വേണ്ട. യാ അയ്യുഹല്ലദീന ആമനു മൻ യർതദ്ദ മിൻകും മൻ ദീനിഹി ഫസൗഫ യഅ്തില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. ആയത്തിലെ അല്ലാഹ് നേരത്തെ പറഞ്ഞവിടെ ഹാരിസ് മൗലവി ഉദ്ധരിച്ചു, വലാ യഖാഫൂന ലൗമത്ത ലായിം. ഒരാക്ഷേപകന്റെ ആക്ഷേപത്തെ ഭയപ്പെടാത്ത ഒരു ടീമിനെ അല്ലാഹ് കൊണ്ടുവരും. ISME പ്രവർത്തി നിർത്തിയാൽ, KNME പ്രവർത്തി നിർത്തിയാൽ, MSME പ്രവർത്തി നിർത്തിയാൽ അല്ലാഹ്ക്ക് ഒരു കൂഞ്ഞുമില്ല. പടച്ചോന്റെ പ്രതാപത്തിനൊന്നും കുറയില്ല. അള്ളാന്റെ പ്രതാപം കൂടെയില്ല, കുറയില്ല. നിങ്ങൾ എല്ലാവരും കൂടി അങ്ങ് വിശ്വസിച്ചേ, എന്നാ അള്ളാന്റെ പ്രതാപത്തിന് വല്ല പ്രശ്നമുണ്ടോ? നിങ്ങൾ എല്ലാവരും കൂടി അങ്ങ് അവിശ്വസിച്ചേ, അള്ളാഹ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇതൊക്കെ ഖുർആന്റെ ആശയ, ഇതൊക്കെ പ്രവാചകൻ പഠിപ്പിച്ച. എന്റെ വകയെ ഒരർഫും ഞാൻ പറയണില്ല. അതുകൊണ്ട് ആലോചിക്കുക, നിരാശ